ഹായ് ഓൾ, നമുക്കിന്ന് ലിസണിങ്ങിൻ്റെ ഒരു പാർട്ട് ബി പ്രാക്ടീസ് സെക്ഷൻ നോക്കാം. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും അറിയാം ലിസണിങ്ങിൽ 3 പാർട്ടാണുള്ളത്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. സോ പാർട്ട് ബിയിൽ പാർട്ട് ബിനെ നമ്മൾ പറയുന്നത് തന്നെ വർക്ക് പ്ലേസ് എക്സ്ട്രാക്ട് എന്നാണ് കേട്ടോ. വർക്ക് പ്ലേസ് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വർക്ക് പ്ലേസ് എവിടെയാണ്? ഹോസ്പിറ്റലാണ്. സോ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഇൻസിഡൻസ് ആവാം, അല്ലെങ്കിൽ എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് അവിടെ ആകാം. മേ ബി ഒരു ഡിസ്കഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹാൻഡ് ഓവർ സെഷൻ ആയിരിക്കാം. അങ്ങനെ എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ഈ ഓഡിയോ സെഷനിൽ പോകാം. അത് പോകുന്നത് 6 ഡയലോഗ്സ് അല്ലെങ്കിൽ ഒരു മൊണോലോഗ്സ് ആയിട്ടായിരിക്കാം പോകുന്നത്. ഡയലോഗ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ 2 സ്പീക്കർ കാണുമായിരിക്കും, അവിടെ 2 പേര് സംസാരിക്കും. സോ മൊണോലോഗിൽ ആരൊക്കെ കാണത്തുള്ളൂ? ഒരാളെ കാണത്തുള്ളൂ. ദെൻ ഇവിടെ പോകുന്നത് 6 ക്വസ്റ്റിന് 3 മൾട്ടിപ്പിൾ ചോയ്സ് ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3 മൾട്ടിപ്പിൾ ചോയ്സ് ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ അത് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് മൊത്തത്തിൽ ഇത് പോകുന്നത് ഒരു 10 മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ളൊരു പാർട്ടാണ് പാർട്ട് ബി. ദെൻ എന്താണ് അവിടെ 1 മിനിറ്റ് ഫോർ ഈച്ച് ഡയലോഗ്, അതായത് ഒരു ക്വസ്റ്റ്യൻ്റെ ടൈം എന്ന് പറയുന്നത് ഏകദേശം 1 മിനിറ്റാണ്. ദെൻ 15 സെക്കൻഡ്സ് റീഡിങ് ടൈം, അത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും ഈ 3 ഓപ്ഷൻസും വായിക്കാനായിട്ടാണ് നമുക്ക് തരുന്നൊരു ടൈം എന്ന് അവർ തരുന്നത് 15 സെക്കൻഡ്സാണ്. അപ്പോൾ ഈ 15 സെക്കൻഡ്സിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ആ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും ആ ഓഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വായിച്ച് നമ്മൾ വളരെ പ്രിപ്പയർഡ് ആയിരിക്കണം. അതുപോലെ ടിപ്പിക്കൽ കോൺവെർസേഷൻ ഇൻ ദ വർക്ക് പ്ലേസ്, നമ്മൾ ഓൾറെഡി തുടക്കത്തിലേ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? നമ്മുടെ വർക്ക് പ്ലേസ് നടക്കുന്ന എന്ത് കാര്യം വേണമെങ്കിലും, അതായത് നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹാൻഡ് ഓവർ സെഷൻ അറിയാം. ഒരു നേഴ്സിനോട് സംസാരിക്കുന്നു, മേ ബി അടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു ഡോക്ടർ നേഴ്സിനോട് സംസാരിക്കുന്നു, ചിലപ്പോൾ മേ ബി പേഷ്യൻ്റ് ആയിരിക്കും ഡോക്ടറോട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഡോക്ടറും നേഴ്സും പേഷ്യൻറ്റും മാത്രമല്ല, ബാക്കി ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് നമ്മുടെ ഹോസ്പിറ്റലുണ്ട്. നമുക്കറിയാം 12 പ്രൊഫഷൻസ് കവേർഡ് ആണ് OIT അല്ലേ. ആ 12 പ്രൊഫഷൻസ് ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഏത് കാര്യം വേണമെങ്കിലും നമുക്ക് അവിടെ കേൾക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേ, യു ഹിയർ എ നേഴ്സ് ബ്രീഫിംഗ് ഹെർ കൊളീഗ് അബൌട്ട് എ പേഷ്യൻറ്റ്. അതായത് ഇവിടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് യു ഹിയർ എ നേഴ്സ് ബ്രീഫിംഗ് ഹെർ കൊളീഗ് അബൌട്ട് എ പേഷ്യൻറ്റ്. അതായത് നേഴ്സ് കൊളീഗിനോട് പേഷ്യൻറ്റിനെ കുറിച്ച് ബ്രീഫ് ചെയ്ത കാര്യങ്ങൾ പറയുകയാണ്. ഓക്കെ, അതായത് ഇതാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഈ ഓഡിയോ കേൾക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇതിനകത്തുള്ളത് അല്ലേ. കാരണം ഈ ഓഡിയോ എന്താണ്, എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് നമ്മൾ ആ ക്വസ്റ്റ്യനും ഓപ്ഷനിലേക്കും പോയിട്ടും കാര്യമില്ല. കാരണം കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. സോ കോണ്ടെക്സ്റ്റ് ആദ്യം മനസ്സിലാക്കുക. എന്താണ്? ഒരു നേഴ്സ് കൊളീഗിനോട് പേഷ്യൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ് കോണ്ടെക്സ്റ്റ്. ഇവിടെ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് 2 സ്പീക്കേഴ്സ് ഉണ്ടെന്നുള്ളതാണ് അല്ലേ. 2 സ്പീക്കേഴ്സാണ് ഇവിടെ ഉള്ളത്. സ്പീക്കേഴ്സ് ആരൊക്കെയാണ്? ഒരു നേഴ്സും ഒരു കൊളീഗുമാണുള്ളത്. മെയിൻ ടോപ്പിക് എന്താണ്? എന്തിനെക്കുറിച്ചാണ്? പേഷ്യൻറ്റിനെ കുറിച്ചാണ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഡസ് ഷി വാണ്ട് ഹെർ കൊളീഗ് അബൌട്ട്, അതായത് എന്താണ് അവൾ കൊളീഗിനോട് വോൺ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വോൺ ചെയ്യുന്നുള്ള കാര്യമാണ് നമ്മൾക്ക് ഈ ഓഡിയോയിൽ ക്വസ്റ്റ്യനിൽ നിന്ന് വേണ്ടത്. നമ്മുടെ ആൻസർ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഡസ് ഷീ വാണ്ട് ഹെർ കൊളീഗ് അബൌട്ട്. ഓക്കെ, സോ ദെൻ നമുക്ക് പോകേണ്ടത് നമ്മുടെ ഓപ്ഷൻസ് ആണ്. ദ പേഷ്യൻ്റ് ഈസ് അലർജിക് ടു സം ടൈപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്, അതായത് പേഷ്യൻറ്റ് ചില ആൻറ്റിബയോട്ടിക്സിനോട് എന്താണ്? അലർജിക്കാണ്. ദെൻ നോക്കിയേ, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കെയർ മസ്റ്റ് ബി ടേക്കൻ ടു പ്രിവെൻറ്റ് ദ പേഷ്യൻറ്റ് ഫ്രം ഫോളിങ്, അതായത് കെയർ ഉറപ്പായിട്ടും കൊടുത്തിരിക്കണം. പേഷ്യൻ്റ് എന്താണ്? പ്രിവെൻറ്റ് ഫ്രം ഫോളിങ്, താഴെ വീഴാണ്ടിരിക്കാനായിട്ട് എന്താണ്? കെയർ ഉറപ്പായിട്ടും നമ്മൾ കൊടുത്തിരിക്കണം എന്നുള്ള കാര്യം. ദെൻ സി എന്ന് പറയുന്നത് ഓക്സിജൻ മേ ബി നീഡഡ് ഇഫ് ദ പേഷ്യൻറ്റ് ബിക്കം ബ്രെത്ത്ലെസ്, ചിലപ്പോൾ ഓക്സിജൻ വേണ്ടി വരും. എന്താണ്? പേഷ്യൻറ്റ് ബ്രെത്ത്ലെസ് ആകുമ്പോൾ എന്നുള്ള 3 ഓപ്ഷൻസ് കിട്ടി. അപ്പം നമ്മൾ ഈ ഒരു 15 സെക്കൻഡ്സിലാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് അല്ലേ. 15 സെക്കൻഡ്സിൽ എത്രത്തോളം എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ആ ഒരു പാർട്ടിലേക്ക് അല്ലെങ്കിൽ ഈ ആൻസറിലേക്ക് എങ്ങനെ പോകുന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെ കോണ്ടെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. കോണ്ടെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് വാട്ട് ഡസ് ഷീ വോണ്ട് ഹെർ കൊളീഗ് അബൌട്ട് എന്ന. വാട്ട് ഡസ്, അതായത് ഷീ വോണ്ട് ഹെർ കൊളീഗ് അബൌട്ട്, എന്താണ് അവൾ കൊളീഗിനോട് വാണ്ട് ചെയ്യുന്നത്. ഈ ഷീ എന്ന് പറയുന്നത് ആരാണ്? അപ്പം നമ്മൾ 15 സെക്കൻഡ്സിനുള്ളിൽ, അഥവാ നമ്മൾക്ക് ടൈം ഇല്ല എന്ന് വിചാരിച്ച് മിക്ക സ്റ്റുഡൻസും കാണിക്കുന്ന ഒരു കാര്യമാണ്, അവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഓപ്ഷൻസിലേക്ക് മാത്രമേ ഫോക്കസ് ചെയ്യത്തുള്ളൂ. ബട്ട് ഇവിടെ കുറിച്ച് എന്താണ് ഈ ഒരു ഓഡിയോയിൽ പറയുന്നുള്ള കാര്യം നമുക്ക് പോകുന്ന കോണ്ടെക്സ്റ്റിലാണ്. അപ്പോൾ ഈ ഷീ എന്ന് പറയുന്നത് എന്താ? ആരാ ഷീ? ആരാ? നേഴ്സാ അല്ലേ. അപ്പോൾ ഈ ഷീ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. വാട്ട് ഡസ് ഷീ വാണ്ട് ഹെർ കൊളീഗ് അബൌട്ട്. അബൌട്ട് എന്തിനെക്കുറിച്ചാണ് അവിടെ വാണ്ട് ചെയ്യുന്നത്? പേഷ്യൻറ്റിനെ കുറിച്ചാണ്. അതൊന്നും ഈ നമ്മുടെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഇതെല്ലാം ഉള്ളത് നമ്മുടെ കോണ്ടെക്സ്റ്റിലാണ് അല്ലേ. അപ്പോൾ കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ജെൻഡർ നോക്കുക. ഈ ഷീ ആരാണ്? നേഴ്സാണ്. അപ്പോൾ ഈ നേഴ്സ് എന്തോ സംതിങ് വാണ്ട് ചെയ്യുകയാണ്. ഓക്കെ അല്ലേ. പിന്നെ നമ്മൾ നോക്കേണ്ടതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ട കീവേഡ്സ്. അപ്പോൾ ഈ കീവേഡ്സ് വെച്ചാണ് നമ്മൾ അല്ലേ ഓഡിയോയിൽ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? കീവേഡ്സ് വെച്ചാണ് നോക്കുന്നത്. നമ്മുടെ ഓപ്ഷനിലെ
സോറി, ക്വസ്റ്റ്യനിലെ കീവേഡ് എന്ന് പറയുന്നത് എന്താണ്? അതായത് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? വാണിംഗ് അല്ല അല്ലേ? വാണിംഗ് എന്ന് പറയുന്നൊരു കാര്യമാണ്. കാരണം എന്താണ് അവൾ വാൺ ചെയ്യുന്നുള്ള കാര്യം മതി നമുക്ക് ഈ ഓപ്ഷനിൽ കണ്ടെത്താനായിട്ട്. അപ്പോൾ ഈ ഓപ്ഷൻ എന്തൊക്കെയുണ്ട്? ദ പേഷ്യൻറ്റ് ഈസ് അലർജിക് ടു സം ടൈപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്. അതായത് പേഷ്യൻറ്റ് അലർജിക്കാണ് ആൻറ്റിബയോട്ടിക്സിനോട്. സോ നമ്മുടെ കീവേഡ്സ് എന്തൊക്കെയാണ് ഇവിടെ? ദ പേഷ്യൻറ്റ് അലർജിക് ആൻറ്റിബയോട്ടിക്സ്. ഓക്കെ, ദെൻ നോക്കിയാൽ ഓപ്ഷൻ ബിയിലേക്ക് പോവാം. കെയർ മസ്റ്റ് ബി ടേക്കൻ ടു പ്രിവെൻറ്റ് പേഷ്യൻറ്റ് ഫ്രം ഫോളിങ്. അതായത് കെയർ ഉറപ്പായിട്ടും ഉറപ്പ് വരുത്തിയിരിക്കണം താഴെ വീഴാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ ഫോൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. ദ കെയർ പ്രിവെൻറ്റ് പേഷ്യൻറ്റ് ഫോളിങ്. സോ ഇതാണ് നമ്മുടെ കീവേഡ്. ദെൻ ഓപ്ഷൻ സിയിലേക്ക് പോകാം. ഓക്സിജൻ മേ ബി നീഡഡ് ഇഫ് ദ പേഷ്യൻറ്റ് ബിക്കം ബ്രെത്ത്ലെസ്. സോ ഇവിടെ എന്തൊക്കെയാണ് പോകുന്നത്? ഓക്സിജൻ നീഡഡ്, പേഷ്യൻറ്റ് ബ്രെത്ത്ലെസ്. അപ്പോൾ ഇത് നിങ്ങൾ ഓഡിയോയിൽ ശ്രദ്ധിക്കുക. നമുക്ക് ഏറ്റവും തെറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 3 ഓപ്ഷൻസ് മെൻഷൻ ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ഏത് എ ആണോ ബി ആണോ സി ആണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് എ ആണോ ബി ആണോ സി ആണോ എന്ന് അറിയാനായിട്ടുള്ള ഒരു മാർഗ്ഗം, ഒന്നാമത്തെ മാർഗ്ഗമാണെന്ന് നമ്മൾ പറഞ്ഞത് കീവേഡ്സ് നോക്കുക. കീവേഡ്സിനെ കുറിച്ച് കീവേഡ്സ് കേൾക്കുമ്പോൾ ഓഡിയോയിൽ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ എന്താണ് ഓക്കെ നമ്മൾ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കും ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കാരണം ഈ 3 ഓപ്ഷൻസ് മെൻഷൻ ചെയ്തുകൊണ്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി. എ ആണോ ബി ആണോ സി ആണോ ഇതിൽ കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഇത് 3 പറയുന്ന കാരണം. ഇവിടെ നോക്കിയേ, വാട്ട് ഡസ് ഷീ വാണ്ട് ഹെർ കൊളീഗ് അബൌട്ട്. ഈ 3 ഓപ്ഷനിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അവൾ അവിടെ എന്താണ് വാണ്ട് ചെയ്യുന്നുള്ളത് കാര്യം മാത്രം മതി നമ്മുടെ ആൻസർ ആയിട്ട്. ഓക്കെ അല്ലേ? കാരണം എന്താ, നമുക്ക് 3 ഓപ്ഷൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ അവൾ വാണ്ട് ചെയ്യുന്നത്, അത് നേഴ്സ് വാണ്ട് ചെയ്യുന്ന കാര്യം മാത്രം മതി നമ്മുടെ ആൻസർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ. സോ സിമ്പിൾ. സോ നിങ്ങളെ ഏത് വഴിയിലൂടെ വേണമെങ്കിലും അവർ ഡൈവേർട്ട് ചെയ്തോട്ടെ, ബട്ട് നമുക്ക് എന്താണ് ഡൈവേർട്ട് ആവേണ്ട കാര്യമില്ല. കാരണം ആ ഓഡിയോയിൽ വാണ്ട് ചെയ്യുന്ന കാര്യം എന്താണ്, നേഴ്സ് വാണ്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ ആണോ? നമുക്ക് നമ്മുടെ ഓഡിയോയിലേക്ക് ഒന്ന് പോവാം. ഈ പറഞ്ഞതെല്ലാം വെച്ച് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക, ഓഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ആദ്യം എന്താണ് നോക്കേണ്ടത്? ക്വസ്റ്റ്യൻ നല്ലപോലെ ശ്രദ്ധിക്കുക, ഓപ്ഷൻസ് ശ്രദ്ധിക്കുക, ഓപ്ഷൻസിൻ്റെ കീവേഡ്സ് നോക്കുക. മേ ബി കീവേഡ്സിനെ പാരാഫ്രൈസ് ചെയ്തായിരിക്കും സംസാരിക്കുന്നത്, അതിനെക്കുറിച്ച് നോക്കുക. വേറെ രീതിയിലായിരിക്കും, ചിലപ്പോൾ ഉണ്ടെന്നുള്ളതിനെ ഇല്ലെന്നായിരിക്കും മെൻഷൻ ചെയ്യുന്നത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു 3 ഓപ്ഷൻസ് മെൻഷൻ ചെയ്യും, നിങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷേ എന്തൊക്കെ വേണമെങ്കിലും അവർ പറഞ്ഞോട്ടെ, നമുക്ക് ഒരു കാര്യം നോക്കിയാൽ മതി, വാട്ട് ഡസ് ഷീ വാണ്ട് അല്ലേ, എന്താണ് അവളോട് വാണ്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഓഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് പ്ലേ ദ ഓഡിയോ. Mrs. Green was admitted last night for pneumonia. She came in yesterday with a cough, fever, dizziness and chest discomfort. She's a healthy 60-year-old with a history of right knee replacement 5 years ago. She's on a regular diet and has no allergies. She's at high risk for falls due to her dizziness. We changed her IV antibiotics to oral, which she's tolerating well. Good. Her assessment is within normal limits, except for some mild shortness of breath and wheezing. Her vital signs are stable. Oxygen saturation is 98% on 1 litre, and she's been comfortable during my shift. Around 5:30, I gave her 2 paracetamol for minor pain with good results. She has an 18 gauge in her left arm. Yep. She's got normal saline at 15 mils per hour. ഓക്കെ, ഓഡിയോ എല്ലാവരും കേട്ടല്ലോ. അപ്പം നമ്മുടെ ആൻസർ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ട്രിക്ക് വെച്ചിട്ട്. എന്നിവ നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട് ആയിരുന്നു? ദ പേഷ്യൻറ്റ് ഈസ് അലർജിക് ടു സം ടൈപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് അല്ലേ, സം ടൈപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക്സിനോടായിരുന്നു അലർജി ഉണ്ടെന്ന് പറഞ്ഞു. സോ അത് വാൺ ചെയ്യുന്നത്, അത് നേഴ്സ് വാൺ ചെയ്യുന്ന കാര്യമായിരുന്നു നമുക്ക് നോക്കേണ്ടത്. സോ ഈ ആൻറ്റിബയോട്ടിക്കിനെ കുറിച്ച് എന്താണ് ഓഡിയോയിൽ പറഞ്ഞത് നോക്കിയേ, നമുക്കിവിടെ കാണാൻ പറ്റും. എന്താണ്? ഷീ ഈസ് ഓൺ റെഗുലർ ഡയറ്റ് ആൻഡ് ഹാസ് നോ അലർജീസ്. ഓക്കെ, ആൻഡ് ഹാസ് നോ അലർജീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അലർജി ഉണ്ടോ? ഇല്ല അല്ലേ. ഇവിടെ അലർജി ഉണ്ടെന്ന് പറഞ്ഞു, ഓഡിയോയിൽ അലർജി ഇല്ല എന്നാണ് പറയുന്നത്. സോ നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ ഓപ്ഷനെ അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ സി നോക്കിയേ, ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഓക്സിജൻ മേ ബി നീഡഡ് ഇഫ് ദ പേഷ്യൻറ്റ് ബിക്കം ബ്രെത്ത്ലെസ്. ഓക്സിജൻ ചിലപ്പോൾ വേണ്ടി വരും പേഷ്യൻ്റ് എന്താണ് ബ്രെത്ത്ലെസ് ആവുന്നത്. അപ്പോൾ ഓക്സിജനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും എന്താണ് അവിടെ പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് ഹെർ വൈറ്റൽസ് ആർ സ്റ്റേബിൾ ആൻഡ് ഓക്സിജൻ സാച്ചുറേഷൻ ഈസ് 98 on 1 liter ആൻഡ് ഷീ ഹാസ് ബീൻ കംഫർട്ടബിൾ ഡ്യൂറിങ് മൈ ഷിഫ്റ്റ്. എന്താണ് ഓക്സിജൻ? ചിലപ്പോൾ എന്താണ് ഓക്സിജൻ സാച്ചുറേഷൻ ഈസ് 98% on 1 liter. അതായത് ആൾ സ്റ്റേബിൾ ആണ്, സാച്ചുറേഷൻ എത്രയുണ്ട്? 98% ഉണ്ട്. സോ ഓക്സിജൻ്റെ ആവശ്യം അവിടെ വേണ്ടി വരുന്നില്ല. ഓക്കെ, അതും നമുക്ക് അവിടെ എന്താണ് എലിമിനേറ്റ് ചെയ്യാം. ദെൻ പോകുന്നത് ഓപ്ഷൻ ബി ആണ്. കെയർ മസ്റ്റ് ബി ടേക്കൻ ടു പ്രിവെൻറ്റ് പേഷ്യൻറ്റ് ഫ്രം ഫോളിങ്. ഉറപ്പായിട്ടും കെയർ എടുക്കണം, കെയർ എന്താണ് കൊടുക്കേണ്ടി വരും, എന്താണ് ആ പേഷ്യൻറ്റ് താഴെ വീഴാണ്ടിരിക്കാൻ. സോ ഇതിനെ എങ്ങനെയാണ് അവരവിടെ പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം. നോക്കിയേ, ഷീ ഈസ് അറ്റ് റിസ്ക്
ഷീസ് അറ്റ് ഹൈ റിസ്ക് ഫോർ ഫോൾ ഡ്യൂ ടു ഹർ ഡിസ്നസ്. അവൾക്ക് ഡിസ്നസ് ഉള്ള കാരണം ചിലപ്പോൾ എന്താണ് ഫോൾ ആകാനായിട്ടുള്ള ഹൈ റിസ്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് അവിടെ ഒരു കൺസേൺ അല്ലേ, അല്ലെങ്കിൽ എന്താണ് ഒരു വാർണിംഗ് പോലല്ലേ കൊളീഗിനോട് പറയുന്നത്. സോ നമ്മുടെ ആൻസർ അവിടെയാണ് പോകുന്നത്. നോക്കി, കെയർ മസ്റ്റ് ബി ടേക്കൻ ടു പ്രിവെൻറ്റ് ദ പേഷ്യൻറ്റ് ഫ്രം ഫോളിങ്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മുടെ ആൻസേഴ്സ് ഒന്നും കൂടെ നമുക്ക് നോക്കാം. നോക്കി, ഇവിടെ നമ്മൾ കണ്ടു അലർജിനെ കുറിച്ച് നോ അലർജീസ് എന്നാണ് പറയുന്നത്. ദെൻ her vitals are stable, oxygen saturation 98 on 1 liter and she has been comfortable during my shift. So ഇത് രണ്ട് ഓപ്ഷനും എന്താണ്, നമുക്ക് തെറ്റാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ദെൻ നമ്മുടെ കറക്റ്റ് ആൻസർ ആണ് ഷീ ഈസ് അറ്റ് ഹൈ റിസ്ക് ഫോർ ഫോൾ ഡ്യൂ ടു ഹെർ ഡിസ്നസ്. സോ ഇതിനെ പാരാഫ്രൈസ് ചെയ്തിട്ടാണ് നമുക്ക് ഓഡിയോയിൽ പോകുന്നത്. നോക്കി, ഷീ ഈസ് അറ്റ് ഹൈ റിസ്ക് എന്ന് പറയുന്നതാണ് എന്ത്, ഹൈ റിസ്ക് ഫോർ ഫോൾ എന്ന് പറയുന്നതിന് എന്താണ്, നമുക്കൊരു വാർണിംഗ് പോലെ കാണാം. സോ പ്രിവെൻറ്റ് പേഷ്യൻറ്റ് ഫ്രം ഫോളിങ്. ഓക്കെ, സോ എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഓക്കെ, ഇതുപോലുള്ള കൂടുതൽ ടിപ്സുമായിട്ട് ഞാൻ ഇനിയും വരാം. ഫോർ മോർ ടിപ്സ് ഫോളോ ടിപ്സ് അക്കാഡമി. ഉറപ്പാണ് വിജയം.